നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ലിവർപൂളിനോട് പരാജയപ്പെട്ടത്. ആ മത്സരത്തിൽ ലിവർപൂൾ നേടിയ ആദ്യത്തെ 2 ഗോളുകളും സൂപ്പർ താരം കാസമിറോയുടെ പിഴവിൽ നിന്നായിരുന്നു. തുടർന്ന് ആദ്യ പകുതിക്ക് ശേഷം അദ്ദേഹത്തെ പരിശീലകൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു. വലിയ വിമർശനങ്ങളാണ് ഇതേ തുടർന്ന് ബ്രസീലിയൻ താരത്തിന് ലഭിച്ചിരുന്നത്. ലിവർപൂൾ ഇതിഹാസമായ ജാമി കാരഗർ താരത്തെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഫുട്ബോൾ കാസമിറോയിൽ നിന്നും പോകുന്നതിന് മുൻപ് കാസമിറോ ഫുട്ബോൾ വിട്ട് പുറത്തു പോകണം എന്നായിരുന്നു കാരഗർ പറഞ്ഞിരുന്നത്. അതായത് വിരമിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസമായ റിയോ ഫെർഡിനാൻഡ് രംഗത്ത് വന്നിട്ടുണ്ട്. കാരഗർ കാസമിറോയോട് കാണിച്ചത് തികഞ്ഞ ഒരു അനാദരവാണ് എന്നാണ് റിയോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കാരഗർ കാസമിറോയോട് ഫുട്ബോൾ നിർത്തിപ്പോവാൻ ആവശ്യപ്പെട്ടത് ഞാൻ കേട്ടിരുന്നു. അത് തികഞ്ഞ അനാദരവാണ്. കാസമിറോ തൻ്റെ കരിയറിൽ എന്തൊക്കെ നേടി എന്നുള്ളത് ഓർക്കുന്നത് നല്ലതാണ്. ചില മിസ്റ്റേക്കുകൾ വരുത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ മത്സരങ്ങൾക്ക് മുൻപ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചു എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കളിക്കളത്തിൽ ചെയ്യുന്നുണ്ട്. റയൽ മാഡ്രിഡിൽ ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതാണ് റിയോ ഫെർഡിനാൻഡ് ഇപ്പോൾ കാസമിറോയെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഈ സീസണിലും ഒരു മോശം തുടക്കമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലഭിച്ചിട്ടുള്ളത്. സീസണിൽ ആകെ 4 മത്സരങ്ങളാണ് അവർ കളിച്ചിട്ടുള്ളത്. അതിൽ 3 മത്സരങ്ങളിലും അവർക്ക് പരാജയം രുചിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രീമിയർ ലീഗ് മത്സരത്തിൽ സതാംപ്ടനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.